കൊല്ലം നിലമേലിൽ ബാങ്ക് കവർച്ച നടത്താൻ ശ്രമിച്ച മോഷ്ടാവ് പിടിയിൽ. നിലമേൽ സ്വദേശിയും നേവി ഉദ്യോഗസ്ഥനുമായിരുന്ന മുഹമ്മദ് സമീറാണ് പിടിയിലായത്. ചടയമംഗലം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, മുൻ നേവി ഉദ്യോഗസ്ഥനായ ഒരാളാണ് ഇത്തരത്തിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെ പിടിയിലായത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എപ്പോഴാണ് ഇതുണ്ടായത്? പ്രജിൻ, ഇന്നലെ രാത്രിയിലാണ് നിലമേൽ IDFC ബാങ്കിന്റെ ബ്രാഞ്ചിൽ, ചടയമംഗലം ബ്രാഞ്ചിൽ നിലമേലിലുള്ള ബ്രാഞ്ചിൽ മോഷണം നടന്നത്. എന്നാൽ ഇവിടെ നിന്നും പണമൊന്നും തന്നെ മോഷണം പോയിരുന്നില്ല. പകരം ബാങ്കിന്റെ CCTV ദൃശ്യങ്ങളുടെ മറ്റ് ചില സംഭവങ്ങളുമൊക്കെയാണ് മോഷണം പോയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പക്ഷേ പോലീസിന് ഇയാൾ ഒരു നിലമേൽ സ്വദേശി നേവി ഉദ്യോഗസ്ഥനുമായിരുന്നു. ഇയാളെ നേവിയിൽ നിന്നും പുറത്താക്കിയതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇയാൾ ഏത് തരത്തിലാണ് പണമൊന്നും തന്നെ അപഹരിക്കാതെ ഈ ബാങ്കിലെ മറ്റു രേഖകളൊന്നും തന്നെ മോഷ്ടിക്കാതെ ഇയാൾ ഈ ബാങ്കിലെ ഈ CCTVയുടെ ചില ദൃശ്യങ്ങൾ, DVRകൾ മാത്രം മോഷ്ടിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത്. കാരണം ഇതിനു പിന്നിൽ ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള രീതികളാണോ എന്നുള്ളത് ഉൾപ്പെടെയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും പോലീസ് പ്രതി ഇപ്പോൾ ചടയമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വിശദമായ അന്വേഷണമാണ് ചടയമംഗലം പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. വിശദമായി പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രജിൻ, സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.